എല്ലാ സുഹൃത്തുക്കൾക്കും വിജോ ജോൺ കൊല്ലം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് റെഡ് ക്രോസ് സൊസൈറ്റിയെ കുറിച്ചാണ്. 1863 കഷ്ടപ്പെടുന്നവരെയും രോഗികളെയും അവശത അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നതിനായി സ്വിറ്റ്സർലൻഡ്കാരനായ ഹെൻറി ഡ്യൂനന്റ് രൂപം കൊടുത്ത സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി. ഇന്ന് ലോകത്തിൽ 150-ലധികം രാജ്യങ്ങളിൽ റെഡ് ക്രോസിന് ശാഖകളും 97 ദശലക്ഷത്തിലധികം വോളണ്ടിയർമാരും ഉണ്ട്. ഫ്രാൻസിന്റെയും ഇറ്റലിയുടെയും സംഖ്യസേനയും ഓസ്ട്രിയൻ സൈന്യവും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലം ഫ്രഞ്ച് സേനയെ നയിച്ചിരുന്ന നെപ്പോളിയൻ മൂന്നാമൻ ചക്രവർത്തിയെ വ്യാപാര സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി കാണാനെത്തിയതായിരുന്നു ഹെൻറി ഡ്യൂനന്റ്. എന്നാൽ യുദ്ധഭൂമിയിൽ കഷ്ടപ്പെടുന്നവരെ കണ്ടപ്പോൾ അദ്ദേഹം അവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചു. വളരെ ദയനീയമായിരുന്നു യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ സ്ഥിതി. ആവശ്യത്തിന് ഭക്ഷണമില്ല, കുടിവെള്ളം ചോര കലർന്ന് മലിനമാക്കപ്പെട്ടിരുന്നു. ഈ ചുറ്റുപാടിൽ രോഗങ്ങൾ വളരെ വേഗം പടർന്നു പിടിച്ചു. പട്ടാളക്കാരിൽ നിന്ന് സോൾഫെറിനോ ജില്ലയിലെ ജനങ്ങളിലേക്കും പകർച്ചവ്യാധികൾ വ്യാപിച്ചു. അവിടുത്തെ ദേവാലയങ്ങൾ താൽക്കാലികാശുപത്രികളാക്കി മാറ്റി. നിരവധി പേരുടെ സഹായത്താൽ ഹെൻറി ഡ്യൂനന്റ് റെഡ് ക്രോസ് എന്ന സ്ഥാപനത്തിന് രൂപം നൽകി. നിരവധി പേരുടെ കണ്ണീരകറ്റാൻ ഈ സംഘടന ഇന്നും കഠിന പരിശ്രമം നടത്തുന്നു.